അപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സ് സീരീസിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു നാടൻ വിഭവമാണ് കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ ഒരുപാട് വെറൈറ്റി സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇതേപോലെയുള്ള നാടൻ ഐറ്റംസിനോടൊന്നും മക്കൾക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും വല്ലപ്പോഴൊക്കെ ഇതുപോലെ മറന്നു പോകുന്ന രുചിക്കൂട്ടുകളൊക്കെ അവർക്കും കൂടി പരിചയപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ എൻ്റെ കലത്തപ്പത്തിന് കുറച്ച് ഫാൻസ് കൂടുതലാണ്. എന്താണെന്നറിയില്ല, എല്ലാവരും ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഞാനും ചെയ്യണു. പക്ഷേങ്കിൽ ആര് കഴിച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി എന്ന് പറയണത്. അപ്പോൾ അതുപോലത്തെ അപ്രിസിയേഷൻസ് കിട്ടുമ്പോൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ ഒരു പോസിറ്റീവ് മൈൻഡ് നമുക്ക് വരുമല്ലോ. അപ്പോൾ അതും കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഇന്നത്തെ ഈ കലത്തപ്പം ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അംഗീകാരങ്ങൾ നമുക്ക് എപ്പോഴും ഒരു അവാർഡ് കിട്ടുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ ആ ഒരു ഉത്സാഹത്തിൽ തന്നെയാണ് ഇന്നത്തെ കലത്തപ്പം റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കലത്തപ്പം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് രാവിലെ ഞാൻ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു 4-5 മണിക്കൂറൊക്കെ കുതിർന്നതിന് ശേഷം അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരക്കുമ്പോൾ അതിലേക്ക് 2-3 ഏലക്ക, ഒരു നുള്ള് ജീരകം, പിന്നെ 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇത്രയും കൂടി ചേർക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നത് ആ കപ്പിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് മാത്രം അരക്കുക. കാരണം നമുക്ക് ഇതിലേക്ക് ശർക്കര വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പോൾ വെള്ളം കൂടി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ തേങ്ങ അല്ലേ കുറച്ച് കൂടുതലാവാമെന്ന് വിചാരിക്കേണ്ട, 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ മാവൊക്കെ അരച്ച് സെറ്റായിട്ട് അതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 അച്ച് ശർക്കര എടുക്കണുള്ളൂ, വലുതാണ്. പിന്നെ ഇവിടെ അത്ര വലിയ മധുരപ്രിയരൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള മധുരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ മാവ് റെഡി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവം എന്താ, നമ്മൾ തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയാണല്ലോ. അപ്പോൾ അതങ്ങോട്ട് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് അതിലേക്ക് ഒരിത്തിരി കരിഞ്ചീരകം കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കലത്തപ്പത്തിൻ്റെ മാവ് റെഡി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു അലൂമിനിയത്തിൻ്റെ കുക്കറാണ്. സ്റ്റീലിൻ്റെ കുക്കറിൽ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ ചൂടാക്കി എടുക്കണം, നന്നായിട്ട് തന്നെ ചൂടാവണം. ഇനി അതിലേക്ക് ഓയിലോ നെയ്യോ എന്തെങ്കിലും തടവി കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ തേങ്ങ മൂപ്പിച്ചിട്ടുള്ള ആ ഒരു ഓയിൽ ബാക്കി വന്നപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ. ഇനി അതിലേക്ക് 2-3 തവി മാവ് ഒഴിച്ചിട്ട് കുക്കർ ക്ലോസ് ചെയ്ത് വേവിക്കുക. കുക്കറിൻ്റെ വിസിൽ ഊരി വെക്കാൻ വേണ്ടി മറന്നു പോകരുത്. അതിൻ്റെ ആ ഹോളിൽ കൂടെ എയർ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കലത്തപ്പം റെഡിയായി വരുന്നുണ്ടെന്ന്. ഒരു 5-6 മിനിറ്റ് ഉണ്ടെങ്കിൽ കലത്തപ്പം റെഡി. പിന്നെ നമ്മൾ കുക്കറിൻ്റെ ചൂടൊക്കെ പോയി നല്ല തണുത്തതിൻ്റെ ശേഷം മാത്രം അതിൽ നടത്തിയെടുത്താൽ മതി. എന്നാലേ ഇതേപോലെ കിട്ടുള്ളൂ കേട്ടോ ഷേപ്പൊക്കെ. അപ്പോൾ ഞാനിതൊക്കെ റെഡിയാക്കുന്നത് എൻ്റെ ഈ ചങ്ങായിനെ നോക്കാൻ ഇവിടെ കുട്ടികളുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ കലത്തപ്പം ഇതാണ്. ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക.